ഹലോ ഫ്രണ്ട്സ്, AB ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും സവോള ഇട്ട് വെച്ച് ബീഫ് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. ബീഫ് റോസ്റ്റിനുള്ള മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കാം. ബീഫ് റോസ്റ്റിന് വെളിച്ചെണ്ണ ആട്ടോ നല്ലത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് സവോള, വറ്റൽമുളക്, കറിവേപ്പില അതും നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ലേശം ഉലുവ ഒന്നിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ബീഫ് മസാല, മല്ലിപ്പൊടി, നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടിച്ചു വരാൻ പാകത്തിന് നല്ല രീതിക്ക് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അടുത്തായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 വറ്റൽമുളക്, കറിവേപ്പില, 4 ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തത് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബീഫിലേക്ക് നമുക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ലൊരു നാടൻ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്